ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഒരു ഖത്മെങ്കിലും തീർക്കാത്ത ഒരു ഗർഭിണിയും ഉണ്ടാകരുത്. ഒന്നൊന്നുമല്ല, ഒരുപാട് തീർക്കണം. എന്നാൽ ആ ഗർഭസമയത്ത് ഒരു ഖത്മെങ്കിലും ഓതി തീർക്കാത്ത ഒരു ഗർഭിണി ഉണ്ടാകരുത്. പരമാവധി യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഈ ദിക്ർ ദിവസവും 1000 തവണയെങ്കിലും ഗർഭിണി ചൊല്ലിയാൽ നല്ല ഉശിരുള്ള ഈമാനുള്ള കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിക്റുകൾക്ക് ഗർഭിണികൾ പ്രാധാന്യം കൊടുക്കണം. പിന്നെയോ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, ഈ ദിക്ർ വർദ്ധിപ്പിക്കുന്ന പെണ്ണിന് സുഖപ്രസവം ലഭ്യമാകും. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടത് ഈ ദിക്റുകൊണ്ടാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദിക്റിന്റെ ഫളാഇൽ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, ഈ ദിക്ർ ധാരാളമായി ചൊല്ലിയാൽ അത് സുഖപ്രസവത്തിന് കാരണമാകും. പിന്നെയോ ഗർഭിണികൾ കർബിന്റെ ദുആഉൽ കർബ്, കർബിന്റെ ദിക്റുകളും ചൊല്ലേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇതാണ് കർബിന്റെ ദിക്ർ. എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനോ അസ്വസ്ഥതയോ വന്നാൽ 3 തവണ ഈ ദിക്ർ ചൊല്ലുമായിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ടെൻഷനും ഹമ്മും കർബും കൂടിക്കഴിഞ്ഞാൽ ആവർത്തിച്ചത് ചൊല്ലും. ഇതിന്റെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് ആവർത്തിച്ചത് ചൊല്ലിയാൽ എല്ലാ നിലക്കുള്ള ടെൻഷനും പോയി കിട്ടും. പ്രത്യേകിച്ച് ഗർഭസമയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു പേടിയും അസ്വസ്ഥതയും. ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ, ഒരു ബുദ്ധിമുട്ടിന്റെ മേൽ മറ്റൊരു ബുദ്ധിമുട്ട് സഹിച്ച് എന്നല്ലേ ഗർഭിണിയെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും ഒരു പ്രയാസവും അസ്വസ്ഥതയും ഭക്ഷണത്തോടൊക്കെ പലപ്പോഴും ഒരു തരം വെറുപ്പും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ഗർഭിണി. ആ സമയത്ത് ദുആഉൽ കർബ് വർദ്ധിപ്പിക്കുന്നത് വളരെ നല്ലതാണെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.